ഹായ് ഹലോ നമസ്കാരം മക്കളെ. അപ്പൊ നമ്മുടെ +1 ഫിസിക്സിലെ ഒരു അടിപൊളി ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന പാഠത്തിലെ 5 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നല്ല സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു ചോദ്യം എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ബെർണൗളീസ് പ്രിൻസിപ്പിൾ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായി വന്ന് ഒപ്പിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മക്കളെ. നമ്മുടെ ബെർണൗളീസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷനും അതിന്റെ ഡെഫിനിഷനും. അപ്പൊ ചെറിയൊരു സമയം കൊണ്ട് എങ്ങനെ നല്ല എഫക്റ്റീവായി നല്ല അടിപൊളിയെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ എല്ലാ മക്കളും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയുള്ള വീഡിയോസ് കൃത്യമായി കിട്ടണമെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിന്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ മക്കളെ. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് ബെർണൗളീസ് പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താ അറിയേണ്ടത്? വാട്ട് ഈസ് ബെർണൗളീസ് പ്രിൻസിപ്പിൾ? മക്കളെ, നമ്മുടെ ബെർണൗളീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇറ്റ്സ് ആക്ച്വലി എ കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് മക്കളെ? നമ്മളെ എനർജി കൺസർവേഷൻ ഇല്ലേ, ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒക്കെ പറ്റില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു എനർജി ലോ ഉണ്ടാവും, കൺസർവേഷൻ ലോ ഓഫ് എനർജി. ആ സാധനത്തിനെ നമ്മൾ പിടിച്ച് ഫ്ലൂയിഡിനെ, ആർക്കാണ് മക്കളെ? ഫ്ലൂയിഡ്. നമ്മൾ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ടാവല്ലോ, ഇങ്ങനെ മോഷനുള്ള ഒരു ഫ്ലൂയിഡിന്റെ മേളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കൺസർവേഷൻ ലോ എടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് മക്കളെ ഈ പറയുന്ന ബെർണൗളീസ് പ്രിൻസിപ്പിൾ. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടു എ ഫ്ലൂയിഡ് ഇൻ മോഷൻ. കണ്ടാ, മോഷനിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ടുപോയിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് നമ്മൾ പഠിക്കണം, ഈ ബെർണൗളീസ് പ്രിൻസിപ്പിൾ. അപ്പൊ അതിനെ എങ്ങനെ ഡിറൈവ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന മക്കളെ, അതിന്റെ ഫിഗർ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? അതിന്റെ ഫിഗർ വരച്ച് അടയാളപ്പെടുന്ന കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായി നല്ല കിണ്ണം കാഴ്ച രീതിയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പകുതി പരിപാടി തീർന്നു. പിന്നെ നമുക്ക് 3 സ്റ്റെപ്പേ ബാക്കിയുള്ളൂ. എത്ര സ്റ്റെപ്പ് മക്കളെ? 3 സ്റ്റെപ്പ്. ഇതാ ഞാൻ എണ്ണി പറയാണ്, 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫിഗർ അങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഒരു കുഴലാണ്. കുഴൽ എന്ന് പറയുമ്പോൾ മക്കളെ, ഇതിന് നമുക്ക് നല്ല കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റണം. ഈ വരയിലാണ് സകലതും കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു പൈപ്പ് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. പോരട്ടെ, അങ്ങോട്ട് പോരട്ടെ. യെസ്, അപ്പൊ നമ്മുടെ പൈപ്പ് റെഡിയായി മക്കളെ. ഇതാണ് നമ്മുടെ ബെർണൗളീസ് പ്രിൻസിപ്പിളിന് വരയ്ക്കേണ്ട ഫിഗർ. ഈ വലിയ ഭാഗം വേണം ഇവിടെയും വരച്ച്, ചെറിയ ഭാഗം അവിടെയും വരയ്ക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ ഞാനിപ്പോ എന്ത് ചെയ്യുന്നു, ഇതവിടെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തു, വലിയൊരു ഭാഗം അവിടെ കൊടുത്തു. എന്നിട്ട് മക്കളെ ഇതിനകത്തോടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലൂയിഡ് വേണമല്ലോ, ഫ്ലൂയിഡിനകത്താണല്ലോ. അപ്പൊ നമ്മുടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തോടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മുടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഇതിനകത്തൂടെ ദിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഒഴുകിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് ഒഴുകുന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ എന്താണ്, നമ്മൾ ഈ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഡിനോട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോയാലോ. ഒട്ടും താമസിക്കുന്നില്ല. ഈ ഭാഗത്തൊരു കുഞ്ഞേരി ഉണ്ടല്ലോ, ഇതൊരു പൈപ്പാണ് കേട്ടോ. ഈ പൈപ്പിന്റെ കഷ്ണം വെച്ചാൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറയുന്നുണ്ട്, ഇങ്ങോട്ടേക്കും കുറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന സിസ്റ്റം എവിടെ മാത്രമേ ഉള്ളൂ, ഈ ചെറിയൊരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ മാത്രം. അപ്പൊ ഞാൻ എന്ത് ചെയ്താ, ഇവിടുത്തെ ഏരിയനെ ഞാൻ നൈസായിട്ട് A1 എന്ന് വിളിച്ചു. എന്താ വിളിച്ചേ? A1. അപ്പൊ അപ്പുറത്തെ എനിക്ക് എന്ത് വിളിക്കാം? സാർ മനസ്സിലായി, A2. എന്ത് വിളിച്ചു? A2. ഓക്കെ, കിട്ടി. ഇനി മക്കളെ, ഇവിടുന്ന് വെള്ളം അങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് കേട്ടോ. അങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഈ വെള്ളത്തിന് ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ആ വെലോസിറ്റി ഞാൻ V1 എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? V1. ഇനി ഇവിടുത്തെ അതേ വെലോസിറ്റിയിലായിരിക്കും ഇവിടെ വെള്ളം പോകുന്നത്? ഒരിക്കലും അല്ല. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തറിയാം, ഇവിടുത്തെ വെലോസിറ്റി ഞാൻ വിളിക്കണം എന്ത്? V2. ഓക്കെ സാർ, മനസ്സിലായി, സംഭവം കിട്ടി. ഇനി മക്കളെ നോക്കുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വെള്ളത്തിന് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടാവും. എന്തുണ്ടാവും? പ്രഷർ. അതായത് ഈ ബാക്കിലുള്ള മോളിക്യൂൾസ്, ഇവരുടെ ബാക്കിൽ ഇനി വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ സിസ്റ്റത്തിനകത്തുള്ള വെള്ളത്തിന് സിസ്റ്റത്തിന്റെ പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുന്നുണ്ടാവും. കാരണം നമ്മളുടെ അടുത്ത സിസ്റ്റം ഇത്രയേ ഉള്ളൂ, ബാക്കി പുറത്തുള്ള ആൾക്കാർ കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവനകത്തേക്ക് എന്തുണ്ടാവും? ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെ ഞാൻ P1 എന്ന് വിളിച്ചു. എന്താ വിളിച്ചേ? P1. അപ്പൊ ഇനി അപ്പുറത്തെ ഭാഗത്തൊരു പ്രഷർ ഉണ്ടാവും, അതിനെ നമ്മൾ എന്ത് വിളിക്കും? P2 എന്ന് വിളിക്കും. എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടോ? പക്ഷേ അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണോ മാർക്ക് ചെയ്യേണ്ടത്? അല്ല. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു എന്ത്, സിസ്റ്റത്തിന്റെ പുറത്തുള്ള കാര്യങ്ങൾ വേണം നമ്മൾ പിടിക്കാൻ, അല്ലെ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ സിസ്റ്റത്തിന്റെ പുറത്തുനിന്ന് അങ്ങോട്ടേക്കാണ്. പക്ഷേ അവിടുന്ന് നോക്കുമ്പോൾ എന്റെ മക്കളെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാ പോകണം. പക്ഷെ സിസ്റ്റത്തിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പറഞ്ഞാൽ അപ്പൊ എങ്ങോട്ട് കൊടുക്കണം? യെസ്, ഡയറക്ഷൻ പുറത്തുനിന്ന് നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് എഴുതി കൊടുത്തു? P2 എന്ന് എഴുതി കൊടുത്തു. എന്താ കൊടുത്തത്? P2. സമാധാനമായല്ലോ. ഓക്കെ സാർ, മനസ്സിലായി. ഇനി എന്റെ മക്കളെ, ഒരു ΔT ടൈം ഞാൻ ഇങ്ങനെ വെറുതെ അവനിങ്ങനെ നോക്കി നിന്നു. എന്തിവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ നോക്കി നിന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? ചെറിയൊരു ΔT ടൈം ഇന്റർവെല്ലില് ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒന്ന് ചലിച്ചിട്ടുണ്ട്.
എന്താ സംഭവിച്ചെന്താ? ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ആണല്ലോ, നമുക്കറിയാം. ഇവിടുന്ന് ഇപ്പൊ 2 ലിറ്റർ വെള്ളം അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അതേ 2 ലിറ്റർ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോയിട്ടുണ്ടാവും ആ ഒരു ടൈമിനകത്ത്. 2 കിലോ വെള്ളം ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ 2 കിലോ വെള്ളം ഇവിടുന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പൊ അത് നമുക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മക്കളെ, ഞാൻ ഇങ്ങനെ നോക്കണം. അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എനിക്കൊന്ന് മാർക്ക് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യണം? ഞാൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടം വരെ, അതായത് ഇവിടുന്ന് ഏകദേശം ഈ ഒരു റീജൻ വരെയാണ് അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഞാൻ അടയാളപ്പെടുത്തി. ഈ ഒരു കുഞ്ഞി സ്പേസ്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് ഇവിടുന്ന് ഇത്രയാണ് കിട്ടി. അതേപോലെ തന്നെ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? അതേപോലെ തന്നെ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന വെള്ളം ഇവിടുന്ന് ഇത്രയും ദൂരം എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ ടി ടൈമിൽ. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. S1 എന്നോ S2 എന്നൊക്കെ വിളിച്ചാൽ മതിയോ? പോരാ. നമുക്കറിയുന്ന കാര്യം എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ്? യെസ്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ടീനെ നൈസായിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്ത് കിട്ടും? വി ടി എന്ന് കിട്ടും. വി ടി. പക്ഷെ ഇവിടുത്തെ ടി എന്ന് പറയുന്നത് വെറും ടി അല്ല, നമ്മുടെ ഡെൽറ്റ ടി ആണ്. അപ്പൊ ഞാൻ എന്ത് വിളിച്ചു? ഇവിടെയുള്ള വെലോസിറ്റി V1 ആണ്, ടൈം ഇന്റർവൽ ഡെൽറ്റ ടി ആണ്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ഞാൻ എന്ത് വിളിച്ചു മക്കളെ? ഞാൻ ഇവിടുത്തെ വെലോസിറ്റി വിളിച്ചു V1 ഡെൽറ്റ ടി. കൊള്ളാല പരിപാടി സാർ, V1 ഡെൽറ്റ ടി. അപ്പൊ അപ്പുറത്തോടെ ഞാൻ എന്ത് വിളിക്കണം സാർ? അവിടുത്തെ വെലോസിറ്റി V2, ടൈം ഇന്റർവൽ സെയിം ആണ്. അപ്പൊ ഞാൻ എന്ത് വിളിച്ചു? V2 ഡെൽറ്റ ടി. ഓക്കെ സാർ, മനസ്സിലായി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ നൈസായിട്ട് മാറ്റണം. ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പൊ എന്തൊക്കെ കിട്ടി? A1 A2 V1 V2 P1 P2. ഇവിടുന്ന് ഡെൽറ്റ ടി ടൈമിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് V1 ഡെൽറ്റ ടി, അവിടുന്ന് V2 ഡെൽറ്റ ടി. ഓക്കെ, ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട അവസാന സ്റ്റെപ്പ്, ഈ ഫിഗറിൽ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് ആണെന്ത്? ഒരു റെഫറൻസ് ലൈൻ എടുക്കുക. എന്തെടുക്കണം? ഒരു റെഫറൻസ് ലൈൻ എടുത്ത് ഗ്രൗണ്ട് ഇവൻ ഇത്ര ഹൈറ്റിലാണ് ആണുള്ളത്, അവൻ അപ്പുറത്തെ ഹൈറ്റിലാണുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണേന്? ഞാനൊരു ചെറിയൊരു റെഫറൻസ് ലൈൻ എടുക്കാം. റെഫറൻസ് ലൈനെ വന്നോളൂ. ഓക്കെ, അപ്പൊ ഞാനൊരു റെഫറൻസ് ലൈൻ എടുത്തു. ഓക്കെ, ഓട്ടിരിക്കട്ടെ. ഇനി മക്കളെ, ഈ റെഫറൻസ് ലൈൻ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? മേളിലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ അത്ര മേളിലേക്കൊന്നും പോകണ്ട, ആ പൈപ്പിനോടം വരെ പോയാൽ മതി. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കാണുന്നുണ്ടോ? ഞാൻ കുറച്ചും കൂടി കൂട്ടി വരയ്ക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എടുത്തു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് ഞാൻ എടുത്തു. ഈ 2 ഹൈറ്റും ഡിഫറെന്റ് ഹൈറ്റ് ആണ് മക്കളെ, അതാദ്യം നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ഹൈറ്റ് ഞാൻ എന്ത് വിളിച്ചു? H1 എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? H1. നമുക്ക് വേറെ കളറിൽ എഴുതാം, അതാണല്ലോ അതിന്റെ ഒരു ഭംഗി. ഓക്കെ, അപ്പൊ ഇവനെ ഞാൻ വിളിച്ചു എന്ത്? H1. എങ്ങനെ പോലെ നീലയാണല്ലോ പറഞ്ഞേ, വൈറ്റ് ഔട്ടറാ. യെസ്, ഇവനെ ഞാൻ H1 എന്ന് വിളിക്കണം, ഇവനെ ഞാൻ H2 എന്ന് വിളിക്കണം. പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെ കഴിഞ്ഞത്? A1 A2 V1 V2 P1 P2 V1 ഡെൽറ്റ ടി V2 ഡെൽറ്റ ടി H1 H2. ഇത്രയും പരിപാടി കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോണ കാര്യം എന്താ? ഒരൊറ്റ ഇക്വേഷൻ എഴുതി വെക്കാം. നമ്മൾ പറഞ്ഞത് എന്താ? കൺസർവേഷൻ ഓഫ് എനർജി ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു വർക്ക് നടന്നിട്ടുണ്ട്. ഈ വെള്ളം ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്താൻ ഒരു ചെറിയ വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കി മക്കളെ. വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. എന്താണ് വർക്കിന്റെ ഇക്വേഷൻ? യെസ്, W is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ കെ. ഇവനെ ഞാൻ പിടിച്ച് നൈസായിട്ടൊരു പെട്ടിക്കകത്ത് ഇടാൻ പോവാണേ. ആരും എന്നെ ഒന്നും പറയണ്ട, എനിക്ക് ഈ പെട്ടിയിലിടുന്ന സ്വഭാവം പണ്ടേ കുറച്ച് കൂടുതലുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പിടിച്ചൊരു പെട്ടിയിലിടാം. ഓക്കെ, സെറ്റ്. ഇനി എന്റെ മക്കൾ നോക്കിക്കോളാം. എന്താണ് സാർ W is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ കെ എന്ന് പറഞ്ഞാല്? ഞാൻ മറ്റേ ഗ്രാവിറ്റേഷനുള്ള ചാപ്റ്ററിനകത്ത് W is equal to ഡെൽറ്റ യു എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്ലസ് ഡെൽറ്റ കെ പറഞ്ഞ കാര്യം എന്താ മക്കളെ? സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു വർക്ക് നടന്നിട്ടുള്ളതിന്റെ സം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് പ്ലസ് ഇവിടെ ഉണ്ടായ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണെന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അതിനിവിടെ രണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ സാർ? ഉറപ്പിച്ചാൽ പ്രശ്നം തരുന്നില്ലേ? നമുക്കറിയുന്ന കാര്യം എന്ത്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? mgh. എന്താണ്? mgh. ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. ഇവിടുത്തെ 2 ലിറ്റർ വെള്ളം, അവിടുത്തെ 2 ലിറ്റർ വെള്ളം സെയിം. ജിയും രണ്ടിടത്തും സെയിം ആണ്, 9.8 തന്നെ. പക്ഷെ H നോക്കും മക്കളെ, H1 ഉം H2. അപ്പൊ ഹൈറ്റ് മാറിയപ്പോ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആയല്ലോ. ചേഞ്ച് ആയിട്ട് സാർ, ചേഞ്ച് ആയി. അപ്പൊ അത് ശരിയാണ്. അപ്പൊ കൈനറ്റിക് എനർജി സാർ അതെങ്ങനെ ചേഞ്ച് ആയത് മക്കളെ? നോക്ക്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് mv² ആണ്. എന്താണ്? ഹാഫ് mv². അതിൽ ഹാഫ് സെയിം തന്നെ, m സെയിം തന്നെ. 2 ആണേ 2, 4 ആണേ 4. ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ വെലോസിറ്റി ഇവിടെ V1 എന്ന് പറയുന്ന വെലോസിറ്റി, അവിടെ V2 എന്ന് പറയുന്ന വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി നൈസായിട്ട് മാറിയപ്പോ കൈനറ്റിക് എനർജി നൈസായിട്ട് മാറിയേ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണല്ലോ. ഇവിടെ നടന്ന വർക്ക് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് പ്ലസ് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണ്. ഓക്കെ സാർ, സംശയമില്ല. റെഡി, സെറ്റ്. ഓക്കെ, പറ്റി. അപ്പൊ മക്കളെ നോക്ക്, കിട്ടി.
ഇനി നോക്ക് മക്കളെ, ഇനി സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു സാധനം, ഈ വർക്ക് എന്താണ്, ഈ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഈ കൈനറ്റിക് എനർജി എന്താണെന്ന സംഭവം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ പരിപാടി ഖത്തം. അത് ഓരോന്ന് കണ്ടുപിടിച്ച 3 സ്റ്റെപ്പുകളും. ഇവനാരാണ് നമ്മൾ എഴുതി വെക്കുന്നു, പിടിച്ച് ആഡ് ചെയ്യുന്നു, അവസാനം കുറച്ച് കുരുക്ഷേത്ര യുദ്ധമൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാനം ഈക്വൽ ടു പെട്ടിലാക്കി വെക്കും. പരിപാടി അപ്പൊ തുടങ്ങിയാലോ. അപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ ആരാണ് സാർ ഇവിടുത്തെ വർക്ക്? എനിക്ക് അവനെ കിട്ടിയേ പറ്റൂ. ആരാണ് ഇവിടുത്തെ വർക്ക്? അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു. നമ്മൾ W വരാൻ നോക്കുമ്പോൾ മക്കളെ ഇവിടുത്തെ ഈ പ്രഷർ ആണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നു. പ്രഷർ ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 വർക്ക് ഉണ്ട്. ഈ P1 എന്ന് പറയുന്ന പ്രഷർ ചെയ്യുന്ന വർക്ക് ഉണ്ട്, P2 എന്ന് പറയുന്ന പ്രഷർ ചെയ്യുന്ന വർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ആ 2 വർക്കും കൂടി എഴുതി വെച്ചു. എന്താണ്? യെസ്, വർക്ക് ഡൺ ബൈ P1 പ്രഷർ പ്ലസ് വർക്ക് ഡൺ ബൈ P2 പ്രഷർ എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇനി P1 പ്രഷർ ചെയ്യുന്ന വർക്ക് എന്താ? വർക്കിന്റെ ഇക്വേഷൻ എന്താ ആലോചിച്ച് നോക്ക്. ഞാനപ്പോ P1 ആദ്യം കണ്ടുപിടിക്കും. P1 പ്രഷർ ചെയ്യുന്ന വർക്കിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് സാധാരണഗതിയിൽ നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഫോഴ്സ് എന്താ ആലോചിച്ച് നോക്കി. ഇവിടുത്തെ ഫോഴ്സ് എന്താ? നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രഷർ P ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ A എന്നായിരുന്നു. ഇത് പ്രകാരം ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാറോ? എന്താണ് യെസ് നമ്മൾ ഉണ്ടാക്കാൻ പോണെ ഇക്വേഷൻ? നിങ്ങളുടെ മായി കുമാരേട്ടാ. ഓക്കെ, അപ്പൊ മക്കളെ ഇവിടുത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? F ഈസ് ഈക്വൽ ടു A നൈസായിട്ട് P അടുത്തേക്ക് വന്നു. അപ്പൊ എന്ത് കിട്ടും? പ്രഷർ ഇൻറ്റു A എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ P1 ഇൻറ്റു ഇവിടുത്തെ ഏരിയ A എന്ന് കിട്ടും. കിട്ടിയല്ലോ A1. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം. എന്ത് കൊടുത്തു? അപ്പൊ ഞാൻ P1 A1 എന്ന് കൊടുത്തു. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്കാണല്ലോ ഡിസ്പ്ലേസ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡെൽറ്റ ടി ടൈം ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലാക്കാം? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് V1 ഡെൽറ്റ ടി എന്ന കാര്യം എനിക്കറിയാം. അപ്പൊ ഞാൻ അതും എടുത്ത് എഴുതി വെച്ചു. അപ്പൊ P1 A1 V1 ഡെൽറ്റ ടി എന്ന് എഴുതി. ഓക്കെ, പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി എന്റെ മക്കൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്കൊരു സിലിണ്ടർ പോലല്ലേ തോന്നണേ? ഈ ഒരു ഫസ്റ്റത്തെ ഭാഗം ഒരു കുഴലല്ലേ, പൈപ്പല്ല, ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്താ തോന്നുക? ഒരു സിലിണ്ടർ പോലെ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ ആ ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത V1 ഡെൽറ്റ ടി എന്ന് പറയുന്നത് അവിടെ വരെ എനിക്കൊരു സിലിണ്ടർ രൂപത്തിൽ ഞാൻ പരിഗണിച്ചാല് ഈ A1 V1 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വോളിയം. അതെങ്ങനെ സാർ അതിന്റെ വോളിയം ആവാം? നോക്ക് മക്കളെ, ഇത്രയേ ഉള്ളൂ. വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ആരുടെ? ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കുഴലിന്റെ അടിഭാഗം ബേസ് ഏരിയ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് ഇവിടുത്തെ ഹൈറ്റ്. ഈ ഏരിയ A1 ആണ് ഇവിടുത്തെ ബേസ് ഏരിയ. അപ്പൊ നോക്ക് മക്കളെ, A1 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. A1 V1 ഡെൽറ്റ ടി. അപ്പൊ A എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ A1 ആണ്, H എന്ന് പറഞ്ഞാലോ V1 ഡെൽറ്റ ടി ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഈ വോളിയം എന്ന് എഴുതാം. പക്ഷേ വെറും വോളിയം എന്ന് എഴുതിയാൽ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഡിനോട്ട് ചെയ്യണം? ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ വി എന്ന് ഡിനോട്ട് ചെയ്യും. എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഡെൽറ്റ വി. എന്തിനാ സാർ ഡെൽറ്റ വി? മക്കളെ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാലേ ഈ പൈപ്പിന് നമ്മളെടുത്ത സിസ്റ്റത്തിൽ ഇത്രയും വലിയ വോളിയം ഉണ്ട്, പക്ഷെ ആ സിസ്റ്റത്തിലെ ചെറിയൊരു വോളിയം മാത്രമാണ് ഞാൻ പരിഗണിക്കണേ. അതുകൊണ്ട് അത് ചെറിയ വോളിയം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് കൊടുക്കുന്നത്? ഡെൽറ്റ വി കൊടുക്കുന്നത്. അല്ല ചേഞ്ച് ഇൻ വോളിയം ആയിട്ട് ആരും പരിഹരിക്കരുത് കേട്ടോ. ആരും വിചാരിക്കരുത് എന്താ സംഭവം എന്താണ്. ഇത്രയും വലിയൊരു പൈപ്പ് ആകുമ്പോൾ വെറും വി കൊടുത്താൽ ടോട്ടൽ വോളിയം ആണ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ചെറിയ വോളിയം ആണെന്ന് കാണിക്കാൻ ഡെൽറ്റ വി എന്ന് ഡിനോട്ട് ചെയ്തു മാത്രം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ A1 V1 ഡെൽറ്റ ടിക്ക് പകരം ആ ഡെൽറ്റ വി എടുത്ത് കൊടുത്തു. ഇവിടെ വേണം എഴുതി വെക്കാം A1 V1 ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ അത് നേരെ എടുത്ത് ഇവിടെ കൊടുത്താൽ ഇക്വേഷൻ നൈസായിട്ട് ഒന്നുകൂടെ മാറി. ഇസ് ഈക്വൽ ടു P1 ഡെൽറ്റ വി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ W P1 കിട്ടി. എന്താണ്? P1 ഡെൽറ്റ വി. ഇനി ഇതേ ഫോർമാറ്റിൽ നമുക്ക് എന്തും കൂടി ചെയ്യാൻ പറ്റും? നമ്മളെ W P2 കൂടെ കണ്ടുപിടിക്കാലോ. സെയിം സാധനമാണ്, യാതൊരു മാറ്റവും അവിടെ വരാനില്ല. എന്റെ മക്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. W P2 എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. W P2 സെയിം സാധനം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അവിടുത്തെ പ്രഷർ എന്താണ്? P2. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? P2 A2 ഇൻറ്റു V1 V2 ഡെൽറ്റ ടി എന്ന് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ A2 V2 ഡെൽറ്റ ടിനെ മാറ്റി വീണ്ടും ഡെൽറ്റ പി എന്ന് എഴുതും. കാരണം ഇവിടുത്തെ ഡെൽറ്റ പിയും അവിടുത്തെ ഡെൽറ്റ പിയും സെയിം പി അല്ലേ? അതെ. അപ്പൊ ഇവിടെയും എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? P2 ഡെൽറ്റ വി എന്ന് എഴുതാം. പക്ഷെ നോക്കേണ്ട കാര്യം, ഇവിടുത്തെ വർക്കിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ്. ആ ഡയറക്ഷൻ ഞാൻ പോസിറ്റീവായിട്ട് എടുത്താൽ ആ വർക്ക് പ്രഷർ P2 നടത്തുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ അതിന് ഞാൻ എന്തായിട്ട് കൊടുക്കണം? മൈനസ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ P2 ഡെൽറ്റ വി എന്ന് എഴുതുന്നതിനൊപ്പം ഞാൻ എന്തുകൂടെ കൊടുത്തു? ഒരു മൈനസും കൂടി അങ്ങോട്ട് കൊടുത്തു. പിടിച്ച് ഞാനങ്ങ് 2 ഇങ്ങോട്ടേക്ക് പെട്ടി കിട്ടും. ഓക്കെ, ഇനിയാണ് പരിപാടി. ഈ ഒരു ഫോർമാറ്റ് എന്താണ് മക്കളെ? WP1 പ്ലസ് WP2 ആണ് എന്ത്? അവിടെ നടന്ന ടോട്ടൽ വർക്ക്, നമ്മുടെ സിസ്റ്റത്തിൽ നടന്ന 2 വർക്കും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വർക്ക്. ആ ടോട്ടൽ വർക്ക് കിട്ടാൻ വേണ്ടി ഇവനെ 2 പേരെയും പിടിച്ച് ഞങ്ങളുടെ ആഡ് ചെയ്യാൻ പോകും. WP1 പ്ലസ് WP2. അപ്പൊ ഞാൻ പിടിച്ചങ്ങോട്ട് ആഡ് ചെയ്യട്ടെ? ആഡ് ചെയ്യാലോ. അപ്പൊ നോക്കിയോ മക്കളെ, എന്താണ് സംഭവം? ഇത്രയേ ഉള്ളൂ. അപ്പൊ W ഇസ് ഈക്വൽ ടു WP1 പ്ലസ് WP2 ആയിരുന്നു. അത് ഞാൻ പിടിച്ച് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ. എങ്ങനെ കിട്ടുക? WP1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
P1 ഡെൽറ്റ വി മൈനസ്, എന്തുകൊണ്ടാ സാർ മൈനസ് വന്നത്? നോക്കുക, മൈനസ് വരാനുള്ള കാര്യം എന്താ? WP2 എന്ന് പറഞ്ഞാൽ മൈനസ് P2 ഡെൽറ്റ വേണം. അപ്പൊ ഈ പ്ലസ് മാറി ഇവിടെ എന്ത് വരും? നമ്മുടെ മൈനസ് ചാടിക്കറി വരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ എന്ത് എഴുതി കൊടുത്തു? P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. ഇനി ഒന്നും ചെയ്യാനില്ല, പിടിച്ച് നേരെ എന്ത് ചെയ്യുക, ഒരു പെട്ടിയിലിട്ട് അവിടെ ഇങ്ങനെ അനക്കാതെ വെക്കുക. അപ്പൊ അതാ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഇവിടെ അവസാനിച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അറിയാം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഡെൽറ്റ യുനെ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പോ ഈ ഡെൽറ്റ കെനെ കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് ആ ഡെൽറ്റ യുനെ കണ്ടുപിടിച്ചാലോ? സിമ്പിൾ. ഞാൻ ഡെൽറ്റ യു ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഞാൻ ഡെൽറ്റ യു എഴുതാം. ഡെൽറ്റ യു വരട്ടെ. മക്കളെ, നമുക്കറിയാം ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത് മെയിൻ ചെയ്യുന്നത്? ഈ ഡെൽറ്റ യു മെയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഞാൻ എന്തും കൂടി എഴുതാൻ എനിക്ക് വേണമെങ്കിൽ UF മൈനസ് UI എന്നവിടെ എഴുതി. ഇനി നോക്കാം മക്കളെ, ഈ UF UI എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവം? സാർ എന്താണ് ഇത്? എന്തുട്ടാണ് സാർ ഈ പറയണേ? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇനി എന്റെ മക്കൾ നോക്കിക്കോളൂ, പൊട്ടൻഷ്യൽ എനർജിക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? MGH. എന്താ ഇക്വേഷൻ? MGH ആണല്ലോ, നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. പക്ഷെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഈ ഒരു പാഠത്തിൽ ഈ മാസിനെ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാം. നമ്മൾ എന്ത് ചെയ്യണം? ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് അവനെ മാറ്റണം. അപ്പൊ മക്കളെ, നമുക്കറിയാം ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പൊ ഈ മാസിന് പറയാൻ എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? റോ വി ഈസ് ഈക്വൽ ടു മാസ് എന്ന് എഴുതാം. അപ്പൊ ഈ എമ്മിന് പറയാൻ ഞാൻ റോ വി എന്ന് കൊടുക്കും. പക്ഷെ വെറും വി അല്ല, ഡെൽറ്റ വി എന്ന് കൊടുക്കും. കാരണം എന്താ? നമ്മൾ ഓൾറെഡി അപ്പുറം വോളിയത്തിന് എന്താ മീൻ ചെയ്തത്? എന്താ കൊടുത്തത്? ഡെൽറ്റ വി എന്നല്ലേ കൊടുക്കും. കാരണം ചെറിയ വോളിയാണല്ലോ, അതുകൊണ്ട്. അപ്പൊ യു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റോ ഡെൽറ്റ വി ജി എച്ച് എന്നാവും. അപ്പൊ ഈ സാധനം എടുത്തിട്ട് വേണം ഞാൻ UF നും UI ക്കും കൊടുക്കാൻ. ഇനി ഫൈനലിന്റെ സമയത്തുള്ള എച്ച്, റോയും ഡെൽറ്റ വിയും ജി ഒക്കെ സെയിം, പക്ഷെ ഫൈനലിലെ H2 ആണെന്നുള്ള കാര്യം കൂടി എന്റെ മക്കൾ ഓർക്കതാ. ഇവിടുത്തെ H2 ആണ്, ഇനീഷ്യലിലെ H എന്താണ്? H1 ആണ്. അപ്പൊ അതും കൂടി നമ്മൾ അതേപോലെ കൊടുക്കുന്ന സംഭവം സെറ്റ് ചെയ്താ ഇത്രയുള്ള പരിപാടി. എന്ത്? റോ ഡെൽറ്റ വി ജി H2, അതായത് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് റോ ഡെൽറ്റ വി ആണ്, യു ആക്കരുത്. റോ ഡെൽറ്റ വി ജി H1 ഇനീഷ്യൽ. ഈ സംഭവം കിട്ടി. ഇതിന് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ സാർ? ഇല്ല, ഒന്നും ചെയ്യാനില്ല. പിടിച്ച് എന്ത് ചെയ്തോളാം, നേരെ ഒരു അടിപൊളി പെട്ടിയിലിട്ട് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഞാനിതൊരു അടിപൊളി പെട്ടിയിലിടാം. അടിപൊളി ബോക്സ് വരട്ടെ. ആ പെട്ടി എത്ര നന്നായില്ല. ഓക്കെ. ഇനി ഇവരെ പിടിച്ച് ഞാൻ ഇക്വേഷൻ നമ്പർ എത്രയാക്കാം? യെസ്, ഇതാണ് എന്റെ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സെറ്റ്. ഇനി ഒരൊറ്റ സാധനം കൂടെ ഉള്ളൂ. എന്താണ് നമ്മുടെ ഡെൽറ്റ കെ? ഇതാ ഏത് ഇക്വേഷൻ? ഇതാ മക്കളെ, ഇതാ ഈ ഇക്വേഷൻ W ആരാധന കണ്ടുപിടിച്ചു, ഡെൽറ്റ യു ആരാധന കണ്ടുപിടിച്ചു. ഡെൽറ്റ കെ നോക്കിയാൽ മതി. ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതും കൂടി കണ്ടുപിടിച്ച പരിപാടി കഴിഞ്ഞേ. നോക്കിയോ, അപ്പൊ ഡെൽറ്റ കെ എന്ന് പറയുന്ന സാധനം എന്താ വരിക നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. മേളത്തെ അതേ പരിപാടി. ഇനി നോക്ക് മക്കളെ, ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ പറഞ്ഞേ? അറിയുന്ന സാധനം. K ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് mv². ഹാഫ് mv². ഇവിടെയും ഉണ്ട് എന്ത്? നമ്മുടെ എം നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ മാറ്റും. എങ്ങനെ മാറ്റും? ഡെൻസിറ്റി ടേംസിലേക്ക് മാറ്റും. എം എന്ന് പറഞ്ഞാൽ എന്താണ്? റോ വി ആണ്. വെറും വി അല്ല, റോ ഡെൽറ്റ വി ആണ്. അപ്പൊ ഈ എം ഉള്ള സ്ഥലത്ത് ഞാൻ എന്ത് കൊടുത്താൽ മതി? റോ ഡെൽറ്റ വി കൊടുത്താൽ മതി. ഞാൻ എടുത്തു കൊടുത്തു. അപ്പൊ എനിക്ക് K എന്ന് പറഞ്ഞ സാധനം എന്ത് കിട്ടും? ഹാഫ് റോ ഡെൽറ്റ വി v². v² എന്ന് പറയുമ്പോൾ ഫൈനലിൽ വരുമ്പോൾ എന്ത് വെലോസിറ്റിയാ? നോക്ക് മക്കളെ, ഫൈനലിലെ വെലോസിറ്റി v2 ആണ്. അപ്പൊ ഹാഫ് റോ ഡെൽറ്റ വി v2² മൈനസ് ഹാഫ് റോ ഡെൽറ്റ വി v1². കാരണം ഇനീഷ്യൽ വെലോസിറ്റി v1 ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പൊ എന്താ കിട്ടുക എനിക്ക്? ഞാനിതാ ഇങ്ങനെ എഴുതി, ഹാഫ് എഴുതി, റോ എഴുതി, ഡെൽറ്റ വി വോളിയത്തിന്റെ v2² മൈനസ് ഹാഫ് റോ ഡെൽറ്റ വി v1² എന്ന് എഴുതി പിടിച്ചെന്ത് ചെയ്യുന്നു? പെട്ടിയിലിടുന്നു. സാർ ഇത്രയേ ഉള്ളൂ പരിപാടി. യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടിന്നേ. പരിപാടീസ് ഒക്കെ വളരെ 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 എളുപ്പമല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോണ പരിപാടി മക്കളെ അതിനേക്കാൾ എളുപ്പമാണ്. ഇപ്പൊ 1, 2, 3 ഇപ്പൊ 3 ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി സോ സിമ്പിൾ. എന്താണ്? നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, ഏത്? W = ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ കെ. ഈ ഫോർമാറ്റിലേക്ക് ഇപ്പൊ കിട്ടിയ 3 ഇക്വേഷൻ കൂടെ പിടിച്ച് അങ്ങനെ ആഡ് ചെയ്താലോ? സംഭവം സിമ്പിൾ ആക്കിയാലോ നമുക്ക്? അപ്പൊ അതാ മക്കളെ നോക്കി, ഞാൻ ആഡ് ചെയ്യാൻ പോകണേ. നിങ്ങൾ ആ മനസ്സിൽ കണക്കൂട്ടിക്കോളൂ. അപ്പൊ W = ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ കെ എന്ന ഫോർമാറ്റിലേക്കാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കിട്ടിയ 1 W കിട്ടി, ഡെൽറ്റ യു കിട്ടി, ഡെൽറ്റ കെയും കിട്ടി. ഈ 3 സാധനം പിടിച്ച് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പിടിച്ച് നേരെ ആഡ് ചെയ്തോ, സംഭവം കിട്ടിയതാ. W എന്താണ് നോക്കുക? P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി.
P1 delta V minus P2 delta V is equal to ഇനി നോക്ക് ഇനി അടുത്ത ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാ റോ ഡെൽറ്റ വി നോക്കി എഴുതണം ഇല്ല ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ മൊത്തം പാളൂ കേട്ടാ റോ ഡെൽറ്റ വി ജി എച്ച് ടു മൈനസ് റോ ഡെൽറ്റ വി ജി എച്ച് വൺ പ്ലസ് ഇനി ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ആരാ നോക്ക് ഇതാ ഹാഫ് റോ ഡെൽറ്റ വി വി ടു സ്ക്വയർ മൈനസ് ഹാഫ് റോ ഡെൽറ്റ വി വി വൺ സ്ക്വയർ ഇങ്ങനെ ഞാൻ എഴുതി വെച്ചു ഈ സാധനം പിടിച്ചങ്ങോട്ട് ഈക്വൽ ടു ആഡ് ചെയ്തങ്ങ് എഴുതി വെച്ചു ഏത് ഫോർമാറ്റ് ഈ ഫോർമാറ്റിൽ ഇട്ടാ ഈ ഫോർമാറ്റ് ഞാൻ പെട്ടിയിൽ ഇട്ടുതരാം ഈ ഫോർമാറ്റിലേക്ക് ഞാൻ മാറ്റി ഇനി എന്റെ മക്കൾ നോക്കാം ഇനി ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ കോമൺ ആയിട്ട് എടുത്ത് വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ആരാ അത് ഒന്ന് ആലോചിച്ച് നോക്ക് ഹൂ ഈസ് കോമൺ ഹിയർ ഡെൽറ്റ വി ആരാ കോമൺ നോക്കുക ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി അപ്പൊ ഫുള്ള് ഡെൽറ്റ വിയുടെ ഒരു ഡാൻസ് അലോടെ നടക്കുന്നത് അപ്പൊ നമുക്ക് ഈ അനാവശ്യമുള്ള ഡെൽറ്റ അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യാം അപ്പൊ ഞാൻ കട്ട് ചെയ്തോ ഡെൽറ്റ വി പോട്ടെ പോയി പൊക്കോട്ടെ പോട്ടെ പോയി 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 അപ്പൊ ഡെൽറ്റ വിനെ കൂടുതൽ ശല്യം എങ്ങനെ തീർന്നു ഇനി എന്താ ഇവിടെ ചെയ്യാനുള്ളത് ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ബാക്കി നമുക്ക് എഴുതിയാലോ എന്താണ് ഇവിടെ ബാക്കി എന്നുള്ള കാര്യം നമുക്ക് എഴുതണം അത് നമുക്കൊരു ഫ്രഷ് പേജിൽ എഴുതാം കേട്ടാ എന്തൊക്കെയാ ബാക്കി നോക്കിയേ P1 ഡെൽറ്റ വി പോയിക്കുമ്പോ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു പിന്നെ നോക്ക് മക്കളേതാ ഇവിടെ എന്താ ഉള്ളത് റോ ഇൻഡ് ഡെൽറ്റ വി ജി എച്ച് ടു വരുന്നു അപ്പൊ ഡെൽറ്റ വി പോയി കഴിയുമ്പോൾ റോ ജി എച്ച് ടു മൈനസ് റോ ജി എച്ച് വൺ ഓക്കെ എഴുതിക്കോ റോ ജി എച്ച് ടു മൈനസ് റോ ജി എച്ച് വൺ പ്ലസ് ഇനി എന്താ ബാക്കി നോക്ക് ഹാഫ് റോ ഡെൽറ്റ വി വി ടു സ്ക്വയർ ആയിരുന്നു അവിടുന്ന് ഡെൽറ്റ വി കട്ട് ചെയ്തപ്പോൾ പിന്നെ എന്താ ബാക്കി ഹാഫ് റോ വി ടു സ്ക്വയർ മൈനസ് ഹാഫ് റോ വി വൺ സ്ക്വയർ അതും എടുത്ത് അതേപോലെ എഴുതിക്കോ അപ്പൊ എന്താ കിട്ടി ഹാഫ് റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ ഇനി അടുത്ത സ്റ്റെപ്പ് എന്റെ മക്കളെ സിമ്പിൾ ആണ് ഈ 1 1 1 2 2 2 എന്ന് പറയുന്ന കുറെ ടേംസ് ഉണ്ടല്ലോ ഇതിൽ ഈ 1ന്റെ ടേംസിനൊക്കെ പിടിച്ച് ആ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോവാ 2ന്റെ ടേംസിനൊക്കെ പിടിച്ച് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം നൈസ് ആയിട്ട് നോക്കിയാലോ അപ്പൊ നോക്കോ അപ്പൊ അതാ P1 ഓൾറെഡി ഇവിടെ ഉണ്ട് P1 ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ P1 അവിടെ തന്നെ വെച്ചു ഇനി ഈ മൈനസ് റോ ജി എച്ച് വൺ ഇപ്പുറം വരുമ്പോൾ എന്താ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് അപ്പൊ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പൊ മൈനസ് റോ ജി എച്ച് വൺ ആണ് ഇപ്പുറം വരുമ്പോൾ എന്താവും പ്ലസ് റോ ജി എച്ച് വൺ P1 പ്ലസ് റോ ജി എച്ച് വൺ ഇനി നോക്കും മക്കളെ മൈനസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ആണ് അത് ഇപ്പുറം വരുമ്പോൾ എന്താ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ആവട്ടാ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഈക്വൽ ടു ഇട്ട് കൊടുത്തു ഇനി നോക്ക് ഇവിടെയുള്ളത് മൈനസ് P2 ഈ മൈനസ് P2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ പ്ലസ് P2 ഇനി ഇവിടെ എന്താ ബാക്കി നോക്ക് ഒരു റോ ജി എച്ച് ടു അതാവുമ്പോൾ പ്ലസ് ആണ് അപ്പൊ ഞാൻ എന്ത് കൊടുത്തു പ്ലസ് റോ ജി എച്ച് ടു ഇവിടെ എന്തുണ്ട് നമ്മുടെ പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ അതേപോലെ ഉണ്ട് എടുത്തു കൊടുത്തു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ ഇങ്ങനെ കിട്ടി കഴിഞ്ഞു സംഭവം കഴിഞ്ഞേ നിങ്ങൾ പോലും വിചാരിച്ചിട്ടല്ല ഇത്രയും എളുപ്പത്തിൽ തീരുന്നുള്ളത് ഇതാണ് നമ്മൾ എന്ത് ബെർണൗളീസ് പ്രിൻസിപ്പിളിന്റെ ഫൈനൽ എക്സ്പ്രഷൻ പക്ഷെ ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ മതിയോ സാർ പോരാ ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരെന്നേ ഒരു ചെറിയ പരിപാടിയും കൂടെ നമുക്ക് തീർക്കാനുണ്ട് എന്താണ് ചെറിയ പരിപാടി നോക്ക് മക്കളെ സംഭവം ഇത്രയേ ഉള്ളൂ ഇതില് ഈ 1 1 1 2 2 2 എന്ന് പറയുന്ന ഈ ടേംസിൽ ഇവന്മാരൊക്കെ ആരാന്നും കൂടി നമുക്കറിയാം ഈ P1 ആ ഫസ്റ്റ് ടേമിലുള്ള ആ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ വരച്ച ചിത്രത്തിലേക്ക് വരാം കേട്ടോ നോക്കിയേ ഈ ഒന്നാമത്തെ ഭാഗത്തുള്ള P പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആ രണ്ടാമത്തെ ഭാഗത്തുള്ള P പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറഞ്ഞേക്കണേ അതായത് ഇവിടുത്തെ സാധനം അവിടെ ഉള്ളത് സെയിം ആണ് ഏതിന്റെ മാത്രം നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ സമ്മ് മാത്രം കേട്ടോ അതേപോലെ ഇനി P3 P4 എവിടെ വേണമെങ്കിലും എടുത്താൽ അത് എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മളെ ബെർണൗളീസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ മക്കളെ സംഭവം ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവരെ കോമൺ ആയിട്ട് എടുത്ത് എഴുതിയത് P പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ എന്തായിരിക്കും ഇറ്റ് വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്ത് എഴുതി വെച്ചു ഇറ്റ് വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്നങ്ങോട്ട് ഞാൻ നിങ്ങൾ വേണ്ടൊക്കെ ആവശ്യത്തിൽ എഴുതി ഓക്കെ പ്രശ്നം തീർന്നു ഇനി മക്കളെ നോക്ക് ഇവിടുത്തെ P എന്ന് പറയുന്നവൻ ആരാ ഈ P എന്ന് പറഞ്ഞാൽ എന്താ P എന്ന് പറഞ്ഞാൽ പ്രഷറാണ് എന്താണ് വെറും പ്രഷർ അല്ല പ്രഷർ എനർജിയാണ് വെറും പ്രഷർ ആണോ അല്ല പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയാണ് എങ്ങനെ അപ്പൊ ഇവൻ എന്താണ് മക്കളെ പ്രഷർ എനർജി ആണ് കേട്ടാ പഠിച്ചു വെക്കണം ഇവൻ നമ്മൾ വിളിക്കുന്ന പേര് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണ് സാർ ഈ യൂണിറ്റ് വോളിയം പറഞ്ഞുതരാം കേട്ടാ പറഞ്ഞുതരാം ഇനി
ഞാൻ ഇവനെ ഈ ρGHനെ വിളിക്കുന്ന പേരെന്താ? ഇവൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നല്ലോ. പക്ഷെ അവനെ ഞാൻ എന്തായിട്ട് വിളിക്കണം? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് വിളിക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് വിളിച്ചു ഇവനെ? യെസ്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് വിളിച്ചു. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. മൂന്നാമത്തെ ഇവനെ ഞാൻ എന്താ വിളിക്കുക? ഇവൻ കൈനറ്റിക് എനർജി ആയിരുന്നു. അപ്പൊ ഞാൻ ഇവൻ എന്ത് വിളിച്ചു? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് വിളിച്ചു. ഇനി എന്റെ മക്കൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് സാർ ഈ യൂണിറ്റ് വോളിയം? നമ്മൾ കുറച്ചു മുമ്പ് ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത്? ഇവിടുത്തെ ഡെൽറ്റ വീനൊക്കെ നമ്മൾ കട്ട് ചെയ്തോളൂ. എങ്ങനെ കട്ട് ചെയ്തുള്ളത്? വെറുതെ പോയിട്ട് അങ്ങ് വെട്ടാൻ പറ്റൂ? ഇല്ല, ഞാൻ ഈ ടോട്ടൽ ഇക്വേഷനെ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ചെയ്തു. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയം അല്ലേ, ചെറിയ വോളിയം അല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്? പെർ യൂണിറ്റ് വോളിയം എന്ന് വരാനുള്ള കാരണം കേട്ടോ. അപ്പൊ അതും കൂടി നമ്മൾ പഠിച്ച മക്കളെ സംഭവം സെറ്റായി. ഈ മൂന്നെണ്ണത്തിന്റെ സമ്മ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷനോ സാർ? ഡെഫിനിഷൻ ഇതേപോലെ തന്നെയാണ്. വായിച്ചു നോക്ക് മക്കളെ. ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ. കണ്ടാ, സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി പോണ വെള്ളം, ആ ഒരു പൈപ്പിൽ കൂടി ദ സം ഓഫ്. കണ്ടാ, മൂന്ന് പേരുടെ സമ്മിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? പ്രഷർ. ഇവിടെ വെറും പ്രഷർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. കണ്ടാ, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ആ ഡെറിവേഷൻ എഴുതാ, അവസാനം കിട്ടിയ ആ സാധനത്തിനെ പിടിച്ച് ഒന്ന് വേർഡ്സിലേക്ക് മാറ്റാം. എന്താ കിട്ടിയത്? ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ ദി സം ഓഫ് ആരൊക്കെ? പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതി വെച്ചാൽ ബെർണൗളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ ആയി, അതിന്റെ ഡെഫിനിഷനുമായി. എത്ര മാർക്ക് നമ്മുടെ കയ്യിലിരുന്നു? 5 മാർക്ക് നമ്മുടെ കയ്യിലിരുന്നു മക്കളെ. അപ്പൊ ഇതാ നമ്മളെ +1 ഫിസിക്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും എവിടെയും വരാറില്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടെ മക്കൾ ഓർത്തു വെക്കുക. 5 മാർക്കിന്റെ ചോദ്യത്തിന് ആ ഡെഫിനിഷനും ഡെറിവേഷനും നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇനി മുതൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കണ്ടന്റുകളും എന്തുണ്ടാവും? ഈ ചാനൽ തന്നെ ഉണ്ടാവും. അപ്പൊ എന്റെ എല്ലാ മക്കളും സാറിനെ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ഒരു ടാറ്റ ബൈ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ടാറ്റ ബൈ.